ഒടിയൻ മലയാള സിനിമയുടെ രണ്ടാമത്തെ ഒടിയൻ. രണ്ടിലും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ മഞ്ജു വാര്യർ. ഇപ്പൊ തുടങ്ങാം. ആക്ച്വലി മൂന്നാമത്തെ ഒടിയെന്ന് ഞാൻ പറയും, കാരണം ലോകയിൽ ഒരു ഒടിയനാണ് വന്നത്. അത്ര സ്റ്റൈലിഷ് ആയത് കാരണം നമുക്ക് ആ ഒടിയനെ മനസ്സിൽ നിൽക്കില്ല. പക്ഷെ ഇത് ഫോക്ലോർ ആയിട്ട്, അതായത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ നമ്മൾ കേട്ട് പരിചയിച്ച പല അർബൻ ലെജൻസും മറ്റേ ആ മിത്തും കാര്യങ്ങളും കൂടിയിട്ടുള്ള ആ പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം രാഹുൽ സദാശിവൻ സംഗതിയാണ് അത്. അത് പോസ്റ്റർ തന്നെ എസ്തെറ്റിക് ഞാൻ എടുത്ത് പറയണം കേട്ടോ. അവന്മാര് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റർ തന്നെ മനുഷ്യന്റെ ശരീരം ഒരു ഗർഭപാത്രത്തിൽ കുട്ടി കിടക്കുന്ന പോലെ ഷേപ്പിലേക്കാണ് കിടക്കുന്നത്. കഴിഞ്ഞാല് ഈ ഒടിയൻ ആയിട്ട് ഒരാൾ മാറുമ്പോ അയാൾ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഒരു മൃഗത്തിന്റെ സ്വഭാവം വരികയാണെന്നുള്ള തരത്തിലേക്കുള്ള സംഭവം എന്തായാലും ഉണ്ട്. അത് ആള് ഒരു മൃഗത്തിന്റെ വേഷം കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോ അത് ഈ ഒരു ഐഡിയ നമുക്ക് ഫസ്റ്റ് ലാലേട്ടന്റെ പടത്തിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ല. അതിന്റെ ഒരു ഐഡിയ വേൾഡ് ക്ലാസ് ഐഡിയ, എക്സിക്യൂഷൻ കുറച്ച് മോശമാവുകയും ചെയ്തു. പക്ഷെ ഇത് സുരക്ഷിതമായിട്ടുള്ള കൈകളാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കും ആ പടം നമ്മൾ തന്നെ നമ്മള് ടൈറ്റിലിനൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടിയൻ കൺസെപ്റ്റ് എന്ന കാര്യം പറഞ്ഞത്. പക്ഷെ ഒടിയൻ എന്നുള്ള പേര് തന്നെ വരും എന്നുള്ള കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇപ്പൊ പല ആൾക്കാർക്കും ഒടിയൻ എന്നുള്ള പേര് എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശീർവാദ് NOC കൊടുത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏജ് ഓഫ് ഇല്യൂഷൻ, ഒരു മാഡ്നസ്. പിന്നെ അതുപോലെ തന്നെ ഡിയാസിറിലൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സൈജു ഗ്രൂപ്പിനെ കൊണ്ടെന്ന് വെച്ചിട്ടും ജിബിൻ ഗോപ്, അതെ എല്ലാ പടങ്ങളും ജിബിൻ ഗോപിനാഥിന്റെ പേര് പോറ്റി എന്നാണ്. അപ്പൊ അതൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ കണക്ഷൻ വന്നാലും എന്തായാലും അത്ഭുതപ്പെടാതെ. ഇനിയിപ്പോ ഈ സിനിമയുടെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഈ സിനിമയുടെ അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോ പൃഥ്വിരാജിന്റെ ഇനി വരാൻ പോകുന്ന ഒരു പടം, പക്ഷെ അത് അൺഎക്സ്പെക്ടഡ് ആണ്. കംബോഡിയ, അതായത് ഓപ്പറേഷൻ കംബോഡിയ, അതായത് ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് പാർട്ട്. സത്യം പറഞ്ഞാൽ തരുൺമൂർത്തി ശരിക്കും പറഞ്ഞാൽ തുടരും സിനിമയ്ക്ക് ശേഷം എടുക്കേണ്ട സിനിമ ടോർപ്പിഡ് ആയിരുന്നു. പിന്നെ ലാലേട്ടന്റെ സിനിമ കയറി. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തു ഇതിനു ശേഷം വീണ്ടും ടോർപ്പിഡ് ആയിരിക്കും. പക്ഷെ പൃഥ്വിരാജിന്റെ പടമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഓപ്പറേഷൻ ജാവയുടെ ടീം, അതായത് ആൾക്കാർ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പൊ ആ സിനിമയില് ബിനുപപ്പ് പിന്നെ എന്തായാലും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പയ്യന്മാര് ലുക്മാനും ബാലും എന്തായാലും ഉണ്ടാവും.